ശേഷിപ്പാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചത് ബൈബിളിൽ പോലും പറഞ്ഞ സോളമൻ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം രാജാവാകുമ്പോൾ അവരെ ഇവിടെ വന്ന് ചരക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേരളം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോലും ആദ്യം പറയുന്ന ഒരു പേരാണ് കോഴിക്കോടിൻ്റേത്. ആ കോഴിക്കോടിന് ഇങ്ങനെ ഒരു അംഗീകാരം എന്നത് നമ്മൾ അർഹിച്ചൊരു കാര്യമാണ്. നമുക്ക് എമ്പണ്ട് എത്രയോ കാലങ്ങളായി ഇത് തന്നെയാണെന്ന്. കാരണം ഈ യുനിസെഫ് കൊടുക്കുന്ന 7 കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ് സാഹിത്യ നഗരം. അത് നമ്മൾ ആലോചിക്കണം. അതുതന്നെയല്ല ഇന്ത്യ ഗവൺമെൻറ്, നമ്മളിപ്പോൾ ഒരു ഇടതുപക്ഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. നമ്മൾ BJP ഭരിക്കുന്ന സമയമാണ്. നമ്മുടെ മന്ത്രിയായിട്ടുള്ള, കോഴിക്കോട് നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ, അദ്ദേഹം അതിന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു തരികയാണ്. അവരുടെയൊക്കെ ഒരു ഭയങ്കര റെസ്പെക്റ്റോട് കൂടി. കാരണം അവർക്ക് സത്യം അറിയാം, അവർക്ക് സത്യം അറിയാം. അങ്ങനെയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടിയ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് നമ്പർ 1 കോഴിക്കോടിനെയും നമ്പർ 2 ഗ്വാളിയറിനെയാണ് എഴുതിയത്. ഗ്വാളിയറിന് സംഗീതവും നമുക്ക് ലിറ്ററേച്ചറും. അപ്പോൾ നമ്പർ 1 കോഴിക്കോട്, നമ്പർ 2 ഗ്വാളിയറിനാണ് എഴുതിയത്. കാരണം സാഹിത്യ നഗരം യുനെസ്കോ കൊടുക്കുന്ന 7 വിഭാഗത്തിൽ സാഹിത്യം ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ളവരാണ് നമ്മൾ കോഴിക്കോട്ടുകാർ. നമുക്കതിൽ സന്തോഷം ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും, എൻ്റെ ഓട്ടോറിക്ഷക്കാരൊക്കെ പറയും, അടുത്ത ജില്ലയിൽ നിന്ന് വരുന്നവരാണ് ഇവിടെ അധികവും കുലുമാലുണ്ടാക്കുന്നത്. ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, നമ്മൾ കോഴിക്കോട്ടുകാരെന്താ ഇങ്ങനെയായത്? അപ്പം അയാൾ പറയാം, നേരെ ഇത് നമ്മൾ കോഴിക്കോട്ടുകാരല്ല, മറ്റു പല സ്ഥലത്തുനിന്നും ഇവിടെ വന്നിട്ട് ഓരോ തോന്നിവാസങ്ങൾ കളിക്കുന്ന, നിയമം അനുസരിക്കാതെ രാത്രിയിലൊക്കെ വളരെ വിശദമായിട്ടായി നമുക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ കഴിയണം എന്നതാണ് അവർ പറഞ്ഞത്. നമ്മൾ കോഴിക്കോട്ടുകാർ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് ചെറിയൊരു പറ്റി വരുമ്പോഴോ കോഴിക്കോട്ട് എങ്ങനെയാണെന്ന് മേയർ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല. എന്തിലും എക്സെപ്ഷൻസ് ഉണ്ടാവും. എന്നാലും പൊതുവെ നമ്മൾ അങ്ങനെ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്നൊരു കാര്യം, എൻ്റെ സന്തോഷം എന്താ അറിയോ? ഞാൻ സ്വപ്നം കണ്ടൊരു കാര്യം 9-10 കൊല്ലം മുമ്പേ ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാനതൊരു വിദ്യയാണെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതൊന്നും അറിയാതെയാണല്ലോ ഞാൻ വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് ഇതിന് തുടങ്ങണം. ബീച്ചിലും ഇതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ് പാടുന്നവർ, അത് നിങ്ങളല്ലല്ലോ? അല്ല. അപ്പം എനിക്ക് സന്തോഷമായി. ആർക്കും പെർമിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തായി? പ്രശ്നമാവും. നാളെ സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയും. ഈ സ്ഥലം കോഴിക്കോട്ടുകാരുടെയാണ്. ഒരു 10 പേര് കൂടിയിട്ട് ഞങ്ങളുടെയാണ് എന്ന് പറയാൻ പാടില്ല. അവിടെ നിങ്ങൾ ഇത് പാടിക്കോളൂ, ആർക്കും പാടാം. പക്ഷെ ഞങ്ങൾക്ക് വഴി തരണം എന്ന് പറയുമ്പോൾ എന്തായി? കുഴപ്പമാവും. ഭാവിയിൽ അത് കുഴപ്പമാവും. നമ്മുടെ അനുഭവം അതാണല്ലോ. ഇനിയിപ്പോൾ ബങ്കുകളുടെ നഗരം എന്ന് കോഴിക്കോടിനെ വിളിക്കേണ്ടി വരും. അത്രയും ബങ്കുകളായി. സർക്കാർ ആ കൊറോണ വന്നപ്പോൾ മനുഷ്യന്മാർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എവിടെയെങ്കിലും കച്ചവടം ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് കരുതി ഒരു നിയമവും വേണ്ടല്ലോ എന്ന് കരുതി നമ്മൾ വിട്ടതാണ്. ഇപ്പോൾ ഒരു പറയുന്നത് ആദ്യം എനിക്കൊരു തേങ്ങ തരുമോന്ന്, പിന്നെന്താ പിറ്റേന്ന് പറയാം എൻ്റെ തേങ്ങ ഇങ്ങോട്ട് എടുക്കുമെന്ന്. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇന്നിപ്പോൾ അവർക്കൊക്കെ ഇനിയിപ്പോൾ അവകാശമായി എന്നാണ് അവർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് സത്യത്തിൽ നമ്മുടെ കോഴിക്കോടിന് മോശമായിട്ട് വരും. എല്ലായിടത്തും ബങ്ക് നിറഞ്ഞാൽ ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടേക്ക് പോകും. ഇതൊക്കെ ഒരു പരിധിയില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആൾക്കാർ പാട്ട് പാടുന്നത്. പക്ഷേ അതിന് സ്ഥലം നമുക്ക് താന്ന് കോർപ്പറേഷനോട് ചോദിക്കരുത്. അത് നിങ്ങൾ അവിടെ നിന്ന് പാടിക്കോ, ആരും നിങ്ങൾക്ക് എല്ലാവരും ചീത്ത പറയാനും വരുന്നില്ല. പാടുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ നടത്തി പോയിക്കോട്ടെ. അത് വലിയ കാര്യമായിട്ട് ഗാനമേള പോലും നടത്താതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പാടിയാൽ മതിയല്ലോ. പോരെ, പാടാനുള്ള ആഗ്രഹം ഒന്ന് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയാൽ പോരെ. അപ്പോൾ അത് തന്നെ സംഗീതമാണ്, അല്ലാതെ ബാക്കി ഒന്നും പ്രസക്തമല്ല. അതുകൊണ്ട് വളരെയധികം അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നതോടൊപ്പം ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ട്, എൻ്റെ സുഹൃത്ത് ശരിക്ക് മൂപ്പരെ ഭാര്യയാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ ജയന്തിൽ എത്തിപ്പെടുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഹൻസയെ കാണുന്നതിനേക്കാളേറെ കാണിയ വർത്തമാനം പറയുകയും ചെയ്യുന്നത് ജയന്തിനോടാണ്. ഓരോ പ്രാവശ്യം ഞാൻ ഹൻസ ഇവിടെ അല്ല 36 അവിടെ എന്ന് പറയും. അപ്പം എന്തായാലും എനിക്ക് ജയന്തിനോട് അങ്ങേ അറ്റം ആദരവ് തോന്നിയ സമയം ജയന്തി. നിങ്ങളിത് തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇതൊക്കെയാണ് കലാസ്നേഹം എന്ന് പറയുന്നത്. സരസ്വതി നദി അടിയിലൂടെ അങ്ങനെ ഒഴുകുന്ന സ്ഥലമാണ് കച്ച് അല്ലേ? നമുക്ക് നിങ്ങൾ ആ ഒരു സംസ്കാര പൈതൃകം വരുന്നത് കണ്ടോ? അതുപോലെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കടൽ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത്. കടൽ കടന്ന് വന്ന എല്ലാ മഹത്തായ ആശയങ്ങളെ നമ്മൾ എന്താക്കി ഉൾക്കൊണ്ട് അതാണ് എല്ലാവരുടെ നന്മയെ നമ്മൾ സ്വാംശീകരിച്ചു. 400-500 വർഷത്തോളം സാമൂതിരി രാജകുടുംബം കോഴിക്കോട് ഭരിച്ചു. ഇന്ത്യയിൽ വേറെ ഏത് സാമ്രാജ്യമാണ് 400 കൊല്ലം നിന്നത്? നിന്നോ? ഇംഗ്ലീഷുകാർക്ക് 200 കൊല്ലം കഴിഞ്ഞ് ഓടേണ്ടി വന്നില്ലേ? മുഗൾ രാജാക്കന്മാർ നിന്നോ 500-600 കൊല്ലം?
നിന്നിട്ടില്ല. എന്നിട്ടും ഈ കൊച്ചു പോർട്ടിലെ, ഈ കോഴിക്കോട്ടിലെ നമ്മളെ സാമൂതിരിപ്പാട് 500 കൊല്ലത്തോളം, സാമൂതിരി എന്നതൊരു പേരാ, നിങ്ങൾക്കറിയാം, രാജാവിൻ്റെ പേരാണ്, രാജസ്ഥാനമാണത്. ആ സ്ഥാനം നിലനിന്നു എന്നത് തന്നെ ഈ കോഴിക്കോടിൻ്റെ മഹത്വത്തിൻ്റെ ഒരു കാരണമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാം. കോഴിക്കോടിൻ്റെ ഒരു വളർത്തുപുത്രിയായി അല്ലെങ്കിൽ വന്ന ഒരു മേയറാണ് എന്ന് കോഴിക്കോടുള്ളതെങ്കിലും ഞാൻ കംപ്ലീറ്റ് കോഴിക്കോടിൻ്റെ ആയി മാറി. അത് മേയറാവുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ കോഴിക്കോട്ടുകാരിയായിട്ടല്ലാതെ എന്നെ ഒരു അച്ചായത്തിയാണ് ചേട്ടത്തിയാണെന്നൊന്നും ആരും പറയല്ല. ആരോ ഇങ്ങനെ ഈ സ്ഥലത്തുള്ള വീടുകളിൽ ആരൊക്കെ അച്ചായന്മാരുണ്ടെന്ന് എണ്ണിയപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ MGSൻ്റെ ഭാര്യ പറഞ്ഞേ, ദീനനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അപ്പം ഞാൻ ചോദിച്ചു, പ്രേമി ചേച്ചി എന്നെ ആരുടെ കൂട്ടത്തിലാണ് കൂട്ടിയത്? നീ ഇവിടുത്തെ ഒരു കോഴിക്കോട്ടുകാരിയാണ്, നിന്നെ ഞങ്ങൾ അച്ചായത്തിയാന്ന് പറയൂല. എന്താണ് അവരത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും. ഞാൻ പറയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സാണ്. ഇവിടെ വന്ന് നമ്മൾ ഇഷ്ടപ്പെടുകയാണ്, നമ്മളിതിൻ്റെ ഭാഗമായി മാറുകയാണ്. നമ്മുടെ നന്മയുള്ള ഒരു സ്വഭാവത്തിന് അംഗീകാരം കിട്ടുന്ന ഒരു നാടായതുകൊണ്ടാണ് ഞാനിതിനെ തിരികെ ചേർന്നത്. നേരല്ലേ അത്? അപ്പം അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ഞാൻ എല്ലാ ആദരവാണ് ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും, ഇത്രയും വർഷം ഇത് കൊണ്ടുപോയവർക്കും, ഇതിന് തുടക്കമിട്ട ജയന്തിനുമൊക്കെ മേയർ എന്ന നിലയിലല്ല, വ്യക്തിപരം, മേയർ എന്ന നിലയിൽ എന്തായാലും ആദരിക്കണം, അഭിനന്ദിക്കണം. വ്യക്തിപരമായി ഞാൻ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ പോകാൻ സാധിക്കട്ടെ. കൂടുതൽ ആൾക്കാർ വന്ന് ബഹളം വയ്ക്കാനല്ല, പാടി രസിക്കാൻ, ഒരാത്മാവിഷ്കാരം പോലെ നമ്മുടെ ഉള്ളിലുള്ള വേദനകളൊക്കെ നമുക്ക് സംഗീതത്തിൽ മറ്റെല്ലാം മറന്ന് പാടി ആ വേദനയെ കൂടി ഇതിൻ്റെ കൂടെ ഈ സംഗീതത്തിലൂടെ പുറത്തേക്ക് വിടാൻ ഉള്ളൊരവസരം കൂടിയായിട്ടാണ് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടെ വരാം. കള്ളു കുടിച്ച് മാത്രം ഇവിടേക്ക് വരരുത്, ലഹരി അടിച്ചു മാത്രം ഇവിടേക്ക് വരരുത്, കാര്യങ്ങൾ നിവർന്നു നിന്ന് ഇങ്ങോട്ട് വരണം. അല്ലാതെ മറ്റെന്തിനും സംഗീതമായിരിക്കണം ഇവിടെ വരുന്നവൻ്റെ ലഹരി. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവർക്ക് അവരുടെ വഴിക്ക് പോകാൻ കേട്ടോ. ഇവിടെ വന്ന് നമ്മളെ ആരെയും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാട്ടുകൂട്ടായ്മ അതിൻ്റെ ഒരു സ്ഥലവും കൂടി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ കോഴിക്കോടിൻ്റെ വലിയ മനസ്സാണ് വാസ്തവത്തിൽ നമുക്കായി കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കച്ചവടക്കാരും മുതലാളിമാരും എങ്ങനെയാണ് കലയെയും സാഹിത്യത്തെയും എഴുത്തുകാരെയും ഒക്കെ സംഗീതത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി ആ ഓഫീസ് മാറട്ടെ. അത് തന്നവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് വളരെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നമ്മൾ തന്നെ പൈസ എടുത്ത് പെയിൻറ് ചെയ്തിട്ടും അദ്ദേഹം ഓരോ വട്ടം കയറി വരുമ്പോഴും ആവൂ ഈ കെട്ടിടം ഇത്ര മനോഹരമായി അവർ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്കത് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് Thank you.